ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ നാട്ടിൽ ഒരു സംഭവം കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതായത് പുളിങ്കുന്ന് പാലം, ആശുപത്രി പാലത്തിൽ ഇന്നൊരു സംഭവം നടന്നു. ഈവനിങ് ടൈമിൽ വൈകുന്നേരം ആയപ്പോഴത്തേക്കാണ് നടന്നത്. അതൊരു വല്ലാത്ത സംഭവം തന്നെയാണ്. അത് കാരണം കുറച്ചേറെ ആൾക്കാർ ബുദ്ധിമുട്ടേണ്ടി വന്നു. അപ്പം ആ വീഡിയോ ഒക്കെ കാണണ്ടേ? വാ. പുന്നക്കുന്ന് IC ജംഗ്ഷനിൽ നിന്നും പുളിങ്കുന്നിലേക്ക് വരാനുള്ള ഏക മാർഗ്ഗമാണ് പുളിങ്കുന്ന് ആശുപത്രി പാലം. പൊതുവെ ഇതിനെ ഒടക്കുപാലം എന്നാണ് വിളിക്കപ്പെടുന്നത്. ഇന്നും ഒടക്കായിരുന്നു. 2018 വെള്ളപ്പൊക്കത്തിനെ തുടർന്നുണ്ടായ പാലത്തിൻ്റെ ബലക്ഷയത്തെ തുടർന്ന് പാലത്തിന് ചില അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി മെയിൻ്റെനൻസ് ചെയ്ത് വെച്ചിരുന്നു. ആ പാലത്തിനടിയിലുണ്ടായിരുന്ന ഒരു ലോഹ തകിട് ഈ കിയ കാരൻസിൻ്റെ അടിയിൽ വന്ന് മുട്ടുകയും അവിടെ ജാക്ക് വെച്ച് പൊക്കി വണ്ടി ഉയർത്തി കടത്തിക്കൊണ്ട് പോകേണ്ട അവസ്ഥയും വന്നു. ഈ ഒരു സാഹചര്യത്തിൽ പുളിങ്കുന്നിൽ ആ സമയത്തുണ്ടായിരുന്ന നാട്ടുകാരെല്ലാവരും ഒരുമിച്ച് കൂടുകയും അവരെ സഹായിക്കുകയും ചെയ്തു. KL04 ആലപ്പുഴ രജിസ്ട്രേഷനാണ്, നമ്മൾ KL 66 അപ്പം നമ്മുടെ ഇവിടെ നാട്ടുകാരെല്ലാവരും സഹകരിക്കുകയൊക്കെ ചെയ്തു. ഏതായാലും കുറേ ക്ലേശകരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവരനുഭവിച്ചു. കാരണം ഇതുകൊണ്ടുള്ളൊരു സ്ഥലത്ത് വന്നിട്ട് അവർ എങ്ങനെയാണ് ഇവിടെ എന്ത് ചെയ്യും എന്നുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ അവർക്കുണ്ടായിരുന്നു. എന്നാലും നാട്ടുകാരെല്ലാവരും അവരോട് ചേർന്നു, അവർക്ക് വേണ്ട സഹായമൊക്കെ ചെയ്തു കൊടുത്തു. അതിനായി വണ്ടിയുടെ ജാക്ക് എടുത്തിട്ട് ജാക്ക് വെച്ച് പൊക്കുകയും കല്ലൊക്കെ വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്തു. തക്ക സമയത്തെ നാട്ടുകാരുടെ ഇടപെടലും രക്ഷാപ്രവർത്തനവും കാരണം ആ വാഹനത്തിൻ്റെ ഉടമസ്ഥന് വാഹനവുമായി പോകാൻ പറ്റി. ഇപ്പോൾ പാലത്തിന് മുകളിലുള്ള അവസ്ഥ വളരെ മോശമാണ്. അതായത് വളരെ അപകടകരമായിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. പാലങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന ലോഹ തകിടുകൾ ഇപ്പോൾ പൊട്ടി വളരെ ഉയരത്തിൽ പൊങ്ങി നിൽക്കുകയാണ്. ആ പോലീസുകാരൻ അതിൽ ചവിട്ടി നിന്ന് കാണിക്കുന്നത് കാണാം. അപ്പോൾ തന്നെ വാഹനങ്ങൾ തമ്മിൽ കടന്നു പോകുമ്പോഴത്തേക്കും അത് അനങ്ങുകയും പൊങ്ങുകയും കാലിലൊക്കെ തട്ടാനുമുള്ള സാധ്യതയുണ്ട്. വളരെ അപകടകരമായ രീതിയിലാണ് ഇപ്പോൾ അത് കിടക്കുന്നത്. പുളിങ്കുന്ന് ആശുപത്രിയിലേക്ക് പോകാനുള്ള ഏക മാർഗ്ഗമാണ് ഈ പുളിങ്കുന്ന് ആശുപത്രി പാലം. ഈ പാലത്തിലൂടെയാണ് ബൈക്കുകളും കാറുകളും ചെറിയ ഓട്ടോറിക്ഷകളും കടന്നു പോകുന്നത്. ഇപ്പോൾ ഈ ഒരു സാഹചര്യം വന്നതുകൊണ്ട് എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടാണ്. വന്ന കാറുകളൊക്കെ ചിലതൊക്കെ തിരിച്ചു പോവുകയും ചെയ്തു. ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പഞ്ചായത്ത് അധികൃതരെ വിവരങ്ങളെല്ലാം വിളിച്ചറിയിച്ചു.